തൊണ്ട കേറി വരൂലേ ഇത് ഇനി അപ്പാട് പോകും. പേടിക്കണ്ട, എന്റെ മോൻ പേടിക്കണ്ട. പ്ലീസ്, നല്ല മോനല്ലേ. ഇത് ലാസ്റ്റ് നമുക്ക് ഇനി വീട്ടിൽ നിന്ന് ഇതെല്ലാം ഇതായിട്ട് കുടിക്കാം. ലാസ്റ്റ് കഴിഞ്ഞ് നമ്മള് പോകുന്നല്ലേ. തൊണ്ടവേദന ഉണ്ടാവൂല, നമുക്ക് കുടിച്ചു നോക്കിയാ ചിലപ്പോ ഉണ്ടാവൂല. ഒറ്റ മുതുകല് കുറച്ചും കൂടെ ഉണ്ട്, കുറച്ചും കൂടെ. വലിയ തൊണ്ടവേദന ഇല്ലല്ലോ. അത് കണ്ണൻ ഇന്നലെ ആയതുകൊണ്ടുള്ള പേടിയാ. ഓക്കെ അല്ലേ? അടിച്ചാളി. വെരി ഗുഡ്. എല്ലാരും ചോദിക്കുന്നുണ്ട് കൃഷിന് എന്ത് പറ്റി. ഫുള്ള് കമന്റുകൾ അതാ ഒരു വ്ളോഗായിട്ട് തന്നെ ചെയ്യാന്ന് വിചാരിച്ചേ. കുറെ തെറ്റിദ്ധാരണകളും ഉണ്ട്, കുറെ ഇത് നമുക്ക് പഠിക്കാനുണ്ട്. അറിഞ്ഞ കാര്യങ്ങൾ എന്തായാലും പറഞ്ഞു കളയാന്നുള്ള രീതി കൊണ്ട് വ്ളോഗാക്കിയതാ. ഇപ്പൊ ഇവിടെ വന്നിട്ട് 4ാമത്തെ ദിവസമല്ലേ ഒന്നു. എന്നാ 4ാമത്തെ ദിവസം എന്നാ ഒന്ന് കുറച്ച് നോക്കിയായ വീഡിയോയിൽ എടുക്കാനുള്ള ഒരു മനസ്സ് വന്നത്. അപ്പൊ ഇന്ന് ഡിസ്ചാർജാ. രാവിലെ ഡിസ്ചാർജ് പറഞ്ഞത് എന്തായാലും ഡിസ്ചാർജ് ആയി വരെ വൈകുന്നേരം ആവും. കൃഷിന് എന്താ പറ്റിയെന്ന് വെച്ചാല് കൃഷിന്റെ അവസ്ഥ കൃഷിയോട് ചോദിച്ചാലേ മനസ്സിലാവുള്ളൂ. അല്ലേ അന്ന സൈഡായി പോയല്ലേ, വല്ലാണ്ട് സൈഡായി പോയി. 6 കൊല്ലായിട്ട് പല പനികൾ വന്നിന്. ഇത് ഭയങ്കര പെട്ട അവസ്ഥ, വല്ലാത്ത അവസ്ഥയായ ഈ ഇൻഫ്ലുവൻസ എന്ന് പറയുന്ന വൈറസാ അവന് വന്നത്. 2 ദിവസം കഴിഞ്ഞിട്ട് ടെസ്റ്റിനെല്ലാം പോയിട്ട് സ്ഥിരീകരിച്ചേ. ഇതിന് മുന്നേ ഓരോ കുട്ടികൾക്ക് ഉണ്ട് നമ്മള് കേട്ടിന്, പക്ഷെ ഇതാന്ന് അറിയില്ല, ആർക്കും ഇതാണെന്നും മനസ്സിലായിട്ടില്ല. ഇത് വന്നു പോയ കുട്ടികൾക്ക് വരെ. പിന്നെ എല്ലാവർക്കും ഒരുപോലെയല്ല ഉണ്ടാവുക. പിന്നെ തൊണ്ടവേദന, ചുമ, വയറുവേദന, വയറിളക്കം, ഇതാ ഇതിന്റെ ലക്ഷണം. അപ്പൊ ചില ആൾക്കാർക്ക് ഇത് മാത്രമേ ഉണ്ടാവുള്ളൂ, നല്ല പനി ഉണ്ടാവില്ല. ചില കുട്ടികൾക്ക് പനി ഉണ്ടാവും. അങ്ങനെ ഓരോ കുട്ടികൾക്ക് ഓരോ ലക്ഷണമായിട്ടാ. പക്ഷെ 2 ആഴ്ച നീണ്ടു നിൽക്കും പോലും ഇതിന്റെ ഇത് നമ്മളെ ശരീരത്തില്. ഇങ്ങനെ ചെറിയ എന്തെങ്കിലും കുട്ടികളെ കാര്യത്തിൽ, നമ്മളെ കാര്യത്തിൽ എങ്ങനെയെങ്കിലും പോട്ടെ, കുട്ടികളെ കാര്യത്തിൽ ചെറിയൊരു പനി വന്നാൽ തന്നെ അത് പ്രോപ്പറായിട്ട് ടെസ്റ്റ് ചെയ്ത് എന്താന്ന് മനസ്സിലാക്കി അതിന് കൃത്യമായിട്ടുള്ള ട്രീറ്റ്മെന്റ് എടുത്ത് പനി മാറിയാലും 3-4 ദിവസം വരെ ഇത് സ്പ്രെഡ് ചെയ്യാനുള്ള ഇതുണ്ട്. പല പനികളും അങ്ങനെ തന്നെയാണ്. അപ്പോൾ അത്രയും ദിവസം വീട്ടിൽ കുട്ടികളെ റെസ്റ്റ് എടുപ്പിച്ച് സ്കൂളിൽ അയക്കണം. കാരണം എന്താന്ന് വെച്ചാൽ നമ്മളെ കുട്ടികൾ നമുക്ക് വന്ന് നമ്മൾ അത്രയും അനുഭവിച്ച് ആ കുട്ടികൾ അത്രയും അനുഭവിച്ച്. അപ്പം അത് നമ്മൾ ഇതിൻ്റെ പഠിത്തം പോയി വിചാരിച്ചിട്ട് നമ്മൾ വേഗം സ്കൂളിൽ അയക്കും. അത് വേറൊരു കുട്ടി ഇതേപോലെ ബുദ്ധിമുട്ടാകുന്നത് നമ്മൾ കാണുന്നില്ല. അപ്പോൾ അത് നമ്മളെ കുട്ടികളെ പോലെ അവർക്കും ബുദ്ധിമുട്ടാവും. നമ്മൾ ചിന്ത വെച്ചിട്ട് നമ്മൾ കുട്ടികളെ സ്കൂളിൽ അയക്കാൻ ശ്രമിക്കണം. കാരണം എന്ന് വെച്ചാൽ ചെറിയ കുട്ടികൾ ഒരു 9 വയസ്സ് 10 വയസ്സ് താഴെയുള്ള കുട്ടികളൊന്നും ഒരു 3-4 ദിവസം ലീവായി പോയാൽ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. അത് നമുക്ക് വീട്ടിലിരുന്ന് പറഞ്ഞു കൊടുക്കാൻ മാത്രമേ ഉള്ളൂ. അത്രയും സിമ്പിളായിട്ട് നമുക്ക് ആർക്കാണെങ്കിലും പറഞ്ഞു കൊടുക്കാം. ഇന്നത്തെ പേരൻസിനും അതിൻ്റെതായിട്ടുള്ള വിദ്യാഭ്യാസം ഉണ്ടാവും. അതില്ലാണ്ട് ഒരിക്കലും നിൽക്കൂല. വീട്ടിലൊരു 1/2 മണിക്കൂർ ഒന്ന് പറഞ്ഞു കൊടുത്താൽ മതി. എൻ്റെ മോനെ ഞാൻ 1st സ്റ്റാൻഡേർഡ് മുതലാണ് ഞാൻ അവനെ സ്കൂളിലേക്ക് അയക്കുന്നത്. അതുവരെ ഞാൻ തന്നെയാണ് പഠിപ്പിച്ചത്. ABCD എഴുതാൻ അറിയാം അവന്. പല ആൾക്കാർ പറഞ്ഞു സ്കൂളിൽ പോയിട്ടില്ലെങ്കിൽ അവന് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും, പഠിക്കാൻ പറ്റൂല, അങ്ങനെ ഇങ്ങനെയെന്ന്. ABCD to Z വരെ ക്യാപിറ്റൽ ലെറ്റർ, സ്മോൾ ലെറ്റർ പറയാനും അറിയാം, എഴുതാനറിയാം. മാത്സ് 100 അല്ല 200 വരെ പറയാനറിയാം. മൾട്ടിപ്ലിക്കേഷൻ, അഡിഷൻ, സബ്സ്ട്രാക്ഷൻ എല്ലാം ഞാനാണ് പഠിപ്പിച്ചു കൊടുത്തത്. മാത്സ് തന്നെയാണ് കാര്യമായിട്ട്. ഇംഗ്ലീഷ്, മാത്സ് ഇത് 2 ഇത് കൊടുത്തുള്ളൂ. പിന്നെ കുറച്ച് സോഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ. മലയാളം സ്കൂളിൽ പോയിട്ട് പഠിക്കാൻ തുടങ്ങി. ഇത്രയും കാര്യം ഞാൻ പറഞ്ഞ കാര്യമെല്ലാം ഒരു ദിവസം 1/2 മണിക്കൂർ, അതും ആഴ്ചയിൽ 3-4 ദിവസം, അത്രയും ഞാൻ പറഞ്ഞു കൊടുക്കുള്ളൂ. പിന്നെ അത് ഇൻട്രസ്റ്റിൽ എന്താ കാണുന്നതെന്ന് വെച്ചാൽ, എന്താ പഠിക്കുന്നതെന്ന് വെച്ചാൽ കുറച്ച് നേരം TV കാണാൻ തരാം. ഇല്ലാണ്ട് ഞാൻ TV കാണാനോ ഫോൺ കാണാനോ ഒന്നും കൊടുക്കൂല. അപ്പോൾ പഠിച്ചാൽ TV കാണാൻ കുറച്ച് നേരം തരാന്ന് പറഞ്ഞാൽ ഒരു ഇൻട്രസ്റ്റിൽ വന്ന് പഠിക്കും. അപ്പോൾ അത്ര നേരം പറഞ്ഞു കൊടുത്താൽ തന്നെ കുട്ടികൾക്ക് മനസ്സിലാവും. അപ്പോൾ സ്കൂളിൽ 3-4 ദിവസം പോയിട്ടില്ലെങ്കിൽ കുട്ടിയുടെ മൊത്തം പഠിപ്പും പോയി വിചാരിച്ചിട്ട് പനി കഴിഞ്ഞും കഴിയാതെയും നിങ്ങൾ വേഗം കൊണ്ടുപോയിട്ട് സ്കൂളിൽ കൊണ്ടുപോയി ചേർക്കൂ. അത് പിന്നെ വേറൊരു കുട്ടി, അതിന് മാറി വേറൊരു കുട്ടി, അതൊന്നും നമ്മൾ കാണുന്നില്ല. നമ്മുടെ കുട്ടിക്ക് സുഖമായി വീട്ടിലെത്തി. ഇതിപ്പോ എന്താന്ന് വെച്ചാൽ എല്ലാവർക്കും ഇത് കണ്ടുപിടിക്കുന്നില്ല. പല ഹോസ്പിറ്റലും പോയിട്ട് കണ്ടുപിടിക്കുന്നില്ല. നമ്മളിപ്പോ ഇത് ASRMIMS സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലാ. അപ്പൊ അതുകൊണ്ട് തന്നെ അവര് പല ടെസ്റ്റും എടുത്ത് ബ്ലഡ് നിന്നല്ല കിട്ടിയത്, മൂക്കുന്നല്ല, അതിലൊന്നും ഒന്നുമില്ല. അപ്പോൾ വേറെന്തോ ടെസ്റ്റ് എടുത്തിട്ട് അതിൽ നിന്ന് അത് ഒരു ദിവസം കഴിഞ്ഞിട്ട് ആ ടെസ്റ്റ് വന്ന തന്നെ അതിലാണ് ഇത് കണ്ടുപിടിച്ചത് ഇങ്ങനെ സംഭവം. അപ്പോൾ നമ്മുടെ നാട്ടിൽ സാധാരണ പ്രൈവറ്റ് ഹോസ്പിറ്റലൊന്നും ഇത് കണ്ടുപിടിക്കാൻ പറ്റൂല. അപ്പം പിന്നെ നിങ്ങൾ വിചാരിക്കും ഇനി പൈസക്കാർക്ക് മാത്രം വലിയ ഹോസ്പിറ്റലാണ്, നമ്മളുടെ പാവങ്ങളിൽ എന്ത് ചെയ്യാനാന്ന്
നിങ്ങൾക്ക് വിചാരിക്കുമെങ്കിലും അങ്ങനെയൊന്നുമില്ല. നമ്മൾ എന്താ വെച്ചാൽ ഞാൻ ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തുകൊണ്ട് ഇവിടെ വന്ന് നിൽക്കുന്നത്. ഹെൽത്ത് ഇൻഷുറൻസ് ഞാൻ ഓട്ടോ ഓടിച്ച് നടക്കുമ്പോൾ ഒട്ടും പൈസ ഇല്ലാത്ത ഗതി പിടിച്ച് നിൽക്കുമ്പോൾ അവളോട് ഞാൻ പറയലുണ്ട് എങ്ങനെയെങ്കിലും ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എടുത്ത് വെക്കാം. അപ്പോഴേ ഞാൻ എടുത്തു വെച്ചതാണ് ഈ ഹെൽത്ത് ഇൻഷുറൻസ്. അപ്പോൾ എടുത്തു വെച്ചോണ്ട് എനിക്കിപ്പോൾ ഒരു മടിയില്ലാണ്ട് ഈ ഹോസ്പിറ്റലിൽ വന്ന് കാണിക്കാം. ഇത്രയും സുഖമായിട്ട് ഇത്രയും ഫെസിലിറ്റി, ഹോസ്പിറ്റൽ റൂം കണ്ടാൽ തന്നെ എനിക്ക് മനസ്സിലാവും ഇത്രയും ഭയങ്കര ഫെസിലിറ്റി ഉള്ള റൂമാണ്. നിങ്ങൾ ഇവിടുന്ന് വ്യൂ എല്ലാം കണ്ടാൽ ഏതോ റിസോർട്ടിലായിട്ട് വന്ന പോലത്തെ ഒരു ഫീലാണ്. ഇവിടെ ഇത്രയും സ്ഥലത്ത് വന്നിട്ട് നമുക്ക് പൈസ പോകുമെന്നുള്ള ഒരു പേടിയും വേണ്ട. പിന്നെ എല്ലാം ഇവർ കെയർ ചെയ്യും, AC എല്ലാ സൗകര്യവും ഉണ്ട്. നമ്മളെ കീശയിൽ അത്ര പൈസയും പോലും സൗകര്യം എല്ലാം പോട്ടെ, ഇവിടെ നമുക്ക് എന്താണോ ഉള്ളത് അത് കണ്ടുപിടിച്ച് പറഞ്ഞ് അതിന് ചികിത്സ തരാൻ മാത്രമുള്ള ഫെസിലിറ്റി ഈ ഹോസ്പിറ്റലിനുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ മടിക്കാതെ പോകണമെങ്കിൽ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് ഏത് പാവപ്പെട്ടവനും എടുത്തോ. ഇത് ഏടൊന്നുമല്ലേ, നിങ്ങൾ പറഞ്ഞിട്ട് വിചാരിക്കണ്ട. അപ്പോൾ അത്യാവശ്യമായിട്ട് എടുത്തോ. നമുക്ക് വേണ്ടിയില്ലെങ്കിലും നമ്മളെ മക്കൾക്ക് വേണ്ടിയിട്ടെങ്കിലും നമുക്ക് മടിയില്ലാതെ വന്ന് കാണിക്കാമല്ലോ. എന്തുണ്ടെങ്കിലും പോയി അവിടെ പോയി കാണിച്ച് ഇവിടെ വന്ന് കാണിച്ചാൽ എന്തായാലും കണ്ടുപിടിച്ച് തരും. കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അവർ അതിൻ്റെ ചികിത്സയും തരും. നമുക്ക് പറ്റാത്തത് അതിനകത്തായിട്ടുള്ള പൈസ കൊടുക്കാൻ പറ്റുന്നില്ല എന്ന് മാത്രം. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളിൽ എടുത്തു വെച്ച് ചെയ്താൽ നമ്മളെ കുട്ടി നമുക്കാകെ ഉള്ളത് 1-2 കുട്ടി നമ്മളുടെ ഇടയ്ക്ക് ഉണ്ടാവുള്ളൂ. അപ്പോൾ അത് ജീവിതകാലം മൊത്തം അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ ജീവിക്കുന്നത്. അതിന് നമ്മൾ ഇത്രയും റിസ്ക് എടുക്കൂലെന്ന് വെച്ചാൽ വേറെ എന്തിനും നമ്മൾ റിസ്ക് എടുക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു കാര്യം എനിക്ക് എന്തായാലും എത്ര വ്യൂ കിട്ടും. ഇതിപ്പോൾ വ്ളോഗിനൊന്നും അങ്ങനെ കാണാൻ ഇതൊന്നും ആളില്ല, വ്ളോഗ് എടുക്കലുമില്ല. പക്ഷേ ഈ ഒരു കാര്യം ഒരു 5 ആൾ കേട്ടറിഞ്ഞ് ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ അതുകൊണ്ട് വേറെ എത്രയോ കുട്ടികൾ അതുകൊണ്ട് അതിന്റെ ഗുണം കിട്ടാൻ പോകുന്നുണ്ട്. ഞാനിതാരും സ്കൂളിനെയോ അതിനെയോ ആരും കുറ്റം പറയുന്നുമല്ല. നമുക്ക് എങ്ങനെ വരുന്നത് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ നമ്മളിൽ നിന്ന് വേറൊരാൾക്ക് എത്തിപ്പിക്കാണ്ട് നിൽക്കേ അത് നമ്മളെ കൊണ്ടേ പറ്റുള്ളൂ. അപ്പൊ അങ്ങനെ വരുന്ന കുട്ടികൾ ഒരു 4-5 ദിവസം പനി കഴിഞ്ഞാലും പോവാണ്ട് നിന്നാല് നമ്മുടെ കുട്ടികൾക്കും നല്ല റെസ്റ്റ് കിട്ടും അല്ലേ. ബാക്കിയുള്ള എത്രയോ കുട്ടികൾ ഈ ഒരു കഷ്ടപ്പാടിൽ നിന്ന് രക്ഷപ്പെടാൻ പോകുന്നുണ്ട്. നമുക്ക് ഒരു പനി വന്ന വലിയ ആൾക്കാർക്ക് തന്നെ എത്ര പാടുണ്ട് നിങ്ങൾക്ക് അറിയാലോ. പിന്നെ കുറെ ആൾ കമന്റ് ഇടുന്നതാണ് എല്ലാവരും കുറെ ആൾക്കുള്ള നിങ്ങൾ പുറത്തുനിന്ന് തന്നെ എപ്പം ഫുഡ് കഴിക്കുന്നത് അതുകൊണ്ടാ അത് വന്നേ അങ്ങനെ ഹോസ്പിറ്റലിൽ പോയിട്ട് എന്തെങ്കിലും ഇട്ട് കഴിഞ്ഞാൽ കമന്റ് അങ്ങനെയാ വരുന്നത്. എന്തെന്നാന്നൊന്ന് പറയാന്ന് വിചാരിച്ചിട്ട് എന്തായാലും അറിയണല്ലോ. ഇങ്ങനൊരു പനി ഇവൻ ഇതുവരെ വന്നിട്ടില്ല. ഇപ്പം 105 ഡിഗ്രീന്റെ മേലെല്ലാം പനി പോയിട്ട് നമ്മൾ ഇവനെ പ്രസവിച്ചതിന് ശേഷം ആദ്യമായിട്ട് കാണുന്നത്. അപ്പ പേടിച്ചു പോയെ. എന്നിട്ട് ഇവിടെ വന്ന് ഒരു വട്ടം ഇതെല്ലാം ചെയ്ത് നമ്മൾ വീട്ടിൽ പോയതാ. അതിന് ശേഷം ഒരു രക്ഷയില്ലാണ്ട് വന്നപ്പോഴാണ് ടെസ്റ്റ് എല്ലാം ചെയ്ത്. ഇവിടെ ഏത് സമയം വന്നാലും പീഡിയാട്രിക്കിനായിട്ട് ഒരു കാഷ്വാലിറ്റിയും കാര്യവും അങ്ങനെ വലിയ വലിയ ഹോസ്പിറ്റൽ എല്ലായിടത്തും ഉണ്ടാവും. അപ്പം പുറത്തുനിന്നുള്ള ഫുഡ് കഴിച്ചുകൊണ്ടാ വരുന്നതെന്ന് പറയാൻ പറ്റില്ല. പുറത്തുനിന്നുള്ള ഫുഡ് എല്ലാവർക്കും പുറത്തുനിന്നുള്ള ഫുഡ് കഴിക്കാണ്ട് ആർക്കും ഇവിടെ ജീവിക്കാൻ പറ്റൂല. ഇന്നത്തെ കാലത്ത് എല്ലാവരും കഴിക്കുന്നുണ്ട്. നിങ്ങൾ കാണുന്ന വെച്ചാൽ നമ്മൾ ആഴ്ചയിൽ 1-2 ദിവസം കണ്ടന്റ് എടുക്കൂ. ഒരു കണ്ടന്റ് എന്ന് പറയുന്നത് 1 മില്യൺ മുതൽ 10 മില്യൺ മുതൽ 20 മില്യൺ വരെ എല്ലാം വ്യൂസ് പോകുന്നതാണ്. അപ്പോൾ ഇത് കണ്ടിന്യൂസ് ആയിട്ട് വന്നുകൊടുക്കൂ. ഒരു ആഴ്ചയിൽ 1 വീഡിയോ 2 വീഡിയോ എടുത്തിട്ടുണ്ടെങ്കിൽ ഇത് പിന്നെയും കണ്ടിന്യൂസ് ആയിട്ട് വന്നുകൊടുക്കുമ്പോൾ നമ്മൾ ഡെയിലി പുറത്തുനിന്ന് ആ ഫുഡ് കഴിക്കണമെന്നുള്ള ഒരു ഫീല് നിങ്ങൾക്ക് വരും. പിന്നെ പുറത്തുനിന്ന് കണ്ടന്റ് എടുക്കുമ്പോൾ ഇങ്ങനത്തെ ഫുഡ് കഴിച്ച് കാണിക്കുന്ന കണ്ടന്റ്, ഫുഡുകൾ കാണിച്ച് കണ്ടെടുക്കുന്ന കണ്ടന്റുകൾക്കെല്ലാം നല്ല വ്യൂ ആണ്. അപ്പോൾ നമ്മളെ പണി നന്നായിട്ട് ചെയ്യുക, ഒറ്റ ആളുകൾക്ക് കാണിക്കാൻ എത്തിക്കുക എന്നുള്ളതാണ് എൻ്റെ പണി. ഇത് അതുകൊണ്ടാണ് ജീവിച്ചു പോകുന്നത്. മാക്സിമം ആൾ കാണാനുള്ള കണ്ടന്റുകൾ എടുക്കുക എന്നുള്ളപ്പോൾ ഇങ്ങനത്തെ സ്ട്രാറ്റജികൾ ഞാൻ ഉപയോഗിക്കുന്നത്. അത് മാത്രം ഇല്ലാണ്ട് നിങ്ങളെ കൊണ്ട് ആരെയും കഴിക്കാണ്ടിപ്പിക്കാനോ ആരെയും ഇതാക്കാനോ അല്ല. ഞാൻ ഇന്നേ വരെ ഒരാൾക്ക് ഉപകാരമുള്ള അല്ലാണ്ട് ഉപകാരമില്ലാത്ത ഒരു വീഡിയോസും ഞാൻ എൻ്റെ ഇതിലിട്ടില്ല. വന്നിട്ടുള്ളൂ. പിന്നെ എനിക്ക് എത്രയോ ആഡുകൾ വരലുണ്ട്. മറ്റേ ഈ ആസ്ട്രോടോക്ക്, മറ്റേ റമ്മി സർക്കിള്, അങ്ങനെ ഇങ്ങനെയെന്ന് പറഞ്ഞിട്ടുള്ള എത്രയോ ലക്ഷങ്ങൾ ഓഫർ ചെയ്തിട്ടുള്ള ആഡുകളിലും പല കാര്യങ്ങളും എനിക്ക് വരലുണ്ട്. അത് ഞാൻ ചെയ്ത് കഴിഞ്ഞിട്ട് ഒരാൾക്കെങ്കിലും അത് ഞാൻ കാരണം പൈസ പോരെന്ന് വെച്ചിട്ട് അങ്ങനത്തെ ഒരു പരിപാടിക്കും ഞാൻ നിൽക്കലില്ല. ജെന്യൂൺ ആയിട്ടുള്ള ആർക്കും ഒരു ഉപദ്രവം ഇല്ലാണ്ട് ചെയ്യാൻ പറ്റിയ എന്തെങ്കിലും ഒരു ആഡ് എനിക്ക് കിട്ടുവാണെങ്കിൽ അത് മാത്രമേ ഞാൻ പിടിക്കാറുള്ളൂ. അതുകൊണ്ട് എൻ്റെ ചാനലിൽ കാണുന്ന ഒരാളും ഒരു വിധത്തിലും ചതിക്കപ്പെടില്ല, ഒരാളെയും ഞാൻ ദ്രോഹിക്കില്ല. നല്ല മെസ്സേജുകൾ പരമാവധി ഞാൻ ഇടാൻ നോക്കും. പിന്നെ ഫണ്ണി ആയിട്ടുള്ള ഇങ്ങനത്തെ ഫുഡ് അങ്ങനത്തെ കാര്യങ്ങൾ ഞാൻ ഇടും. പിന്നെ പുറത്തുനിന്നുള്ള ഫുഡ് എപ്പോഴും നല്ലതാണെന്ന് ഞാൻ പറയുന്നില്ല. നമ്മുടെ സാഹചര്യം അങ്ങനെ ചില സമയം കഴിക്കേണ്ടി വരും. ഇപ്പോൾ എൻ്റെ വീട്ടിലും പല പല പ്രശ്നങ്ങളാണ്. ഇപ്പോൾ ഈ വൈഫ് പ്രഗ്നൻ്റ്, അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ എനിക്കൊന്നും ഉണ്ടാക്കി തരാനൊന്നും പറ്റില്ല. അപ്പോൾ ചില സമയം അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ പറഞ്ഞ പാടെ ഉണ്ടാക്കി തരാൻ വീട്ടിലെ ആളും ഇല്ല.
വൈഫിൻ്റെ അമ്മയും പണിക്ക് പോകുന്നതാ. അപ്പോൾ അങ്ങനത്തെ ഓരോരോ ഇഷ്യൂ ഉള്ളതുകൊണ്ട് അവർക്ക് ഇഷ്ടമുള്ളത് വാങ്ങി കൊടുത്തല്ലേ പറ്റുള്ളൂ. അപ്പോൾ പരമാവധി നല്ല ഹോട്ടലിൽ പോയി നോക്കിയിട്ട് വാങ്ങി കൊടുക്കും. ഇപ്പോൾ വാങ്ങി കൊടുക്കാണ്ട് എപ്പോൾ വാങ്ങി കൊടുക്കാനാ. അപ്പോൾ ആ സമയത്ത് നമ്മൾ ചില സമയം കണ്ടന്റ് ആക്കും. പിന്നെ എല്ലാ സബ്സ്ക്രൈബേഴ്സും പോലെ നിങ്ങൾക്ക് ഇങ്ങനെ പല കെയറിങ് എടുത്ത് പറയുന്നുണ്ട് ഇങ്ങനെ പുറത്തുനിന്ന് ഫുഡ് കഴിക്കലെന്ന്. അത് നമ്മൾ പണ്ടത്തെ ഇപ്പോഴും അത്ര കുറച്ച്. പക്ഷെങ്കിൽ ഇപ്പോൾ മൊത്തത്തിലൊന്നും അങ്ങനെ പറ്റില്ല. നിങ്ങൾക്ക് അത് വീഡിയോ കണ്ടിന്യൂസ് ആയിട്ട് കാണുന്നുണ്ട് അങ്ങനെ തോന്നുന്നതാ. പിന്നെ ഈ ഒരു പനി വന്നത് എപ്പോഴും ഫുഡ് കഴിച്ചുകൊണ്ടാന്നുള്ള ഒരു ചിന്തകളാ എല്ലാവർക്കും. അപ്പൊ ഇത് പകർന്നു വന്നതാ ഇൻഫ്ലുവൻസ. ചില ആൾക്കാർ ഈ ഇൻഫ്ലുവൻസ എന്ന് പറയുന്നത് ഇത് പടർന്നു വരുന്നതെന്ന് എല്ലാവർക്കും അറിയാം. പിന്നെ ഇതൊന്ന് എല്ലാ കുട്ടികൾക്കും ഉണ്ട്. ഇത് വാക്സിൻ എടുത്ത് വെക്കണമെന്ന് എല്ലാവരും പറയുന്നുണ്ട്. ഇപ്പോൾ നാളെ വന്നിട്ട് 2-3 ദിവസം കഴിഞ്ഞിട്ട് കുട്ടിക്ക് വാക്സിൻ എടുക്കും. 9 വയസ്സുള്ള താഴെയുള്ള ആർക്ക് വേണമെങ്കിലും എടുക്കാം പോലും ഇതിന്റെ വാക്സിന്. ഗർഭിണികൾക്ക് എല്ലാവർക്കും എടുക്കാം, വലിയ ആൾക്കാർക്ക് എല്ലാവർക്കും എടുക്കാം. ഒരു സൈഡ് എഫക്റ്റും ഇല്ലാന്നാ ഞാൻ പറയുന്നത് കേട്ടത്. കൊല്ലത്തിൽ ഒരു പ്രാവശ്യം എടുത്താൽ മതി, ഒരു സൈഡ് എഫക്റ്റും ഇല്ലാന്നാ ഞാൻ പറയുന്നത് കേട്ടത്. അതൊന്നുകൂടി നിങ്ങൾ തന്നെ അന്വേഷിച്ചിട്ട് കൃത്യമായിട്ട് കുട്ടികൾ പരമാവധി കുട്ടികളിൽ എടുത്ത് വെക്കണം. അതെന്ന് പറഞ്ഞാൽ അവര് 4 ദിവസമായിട്ട് എൻ്റെ മോനെ ഇനി ഉറങ്ങിയിട്ടില്ല. ചുവന്ന് തൊണ്ടയെല്ലാം വരണ്ട്, ഒരു തുള്ളി വെള്ളം കുടിക്കാൻ പറ്റൂല. അവന് ശരിക്കും പറഞ്ഞ ഒരു സൂചി വെക്കാൻ വരെ പേടിയില്ല. സൂചി വെച്ചാലും അവൻ ചിരിച്ചോണ്ടിരിക്കും. സൂചി വെച്ച് കഴിഞ്ഞാൽ സൂചി കഴിഞ്ഞാൽ അത്രയും പേടിയില്ലാണ്ട് നിൽക്കുന്ന കുട്ടിയാ. സൂചി ഇങ്ങനെ കയ്യിലെടുത്ത് എന്തെങ്കിലും വെറുതെ ടോണിക്ക് കുടിക്കാൻ എടുത്തവരെ കരഞ്ഞ് പേടിക്കേണ്ട ഒരവസ്ഥയിലായിപ്പോയി. അപ്പോൾ ആ ഒരു അവസ്ഥ ആർക്കും വരരുത്, നമ്മളെ കൊണ്ട് വേറൊരാൾക്ക് വരരുത്. നമുക്കിങ്ങനെ വരുവായതാലും നമ്മൾ പരമാവധി ശ്രദ്ധിക്കും നമ്മളെ കുട്ടികളെ. നമ്മളെ കൊണ്ട് വേറൊരാൾക്ക് വരാണ്ടിരിക്കേണ്ടിയിട്ടാണ് ഈ ഒരു കണ്ടന്റ് എടുത്തത്. താങ്ക് യു സോ മച്ച്. ഭയങ്കര സപ്പോർട്ട് ചെയ്യുന്നു. ഇപ്പോൾ ഹോസ്പിറ്റലിൽ നിന്ന് എന്തെല്ലോ വീഡിയോ നമ്മളെ പണി നടന്നു പോകണമല്ലോ. അപ്പോൾ മകനെ പരമാവധി ബുദ്ധിമുട്ടിക്കാണ്ട് ഷോർട്ട് വീഡിയോകളെല്ലാം നമ്മൾ എടുത്തിന്. അതിന് അത്രയും വ്യൂസ് അത്രയും കെയറിങ് ആയിട്ട് കമന്റ് ഇട്ട എല്ലാവരോടും എന്നും നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. നിങ്ങളുള്ളതുകൊണ്ടാണ് നമ്മൾ നിലയിൽ നമ്മൾ എന്തെന്നെ ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തു എന്നെല്ലാം പറഞ്ഞാലും ഇപ്പൊ ഇവിടെ നിന്ന് വരെ എനിക്ക് എൻ്റെ പണിയെടുക്കാൻ പറ്റുന്നുണ്ടല്ലോ. അപ്പൊ ആ ഒരു ഇതെത്തിയത് നിങ്ങളെല്ലാം ഉള്ളതുകൊണ്ടാണ്. അപ്പോൾ താങ്ക് യു സോ മച്ച്. അപ്പോൾ ഈ ഒരു കാര്യം എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കാൻ നോക്കും. പരമാവധി നിങ്ങൾക്ക് അറിയുന്ന കുട്ടികളുള്ള ആൾക്കാർക്ക് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് സെൻഡ് ചെയ്ത് കൊടുക്കുക.